എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പൊതുവേ ഇട്ടിട്ടുള്ളത് ലോങ് വീഡിയോസ് ആണെങ്കിൽ ശരി, ഞാൻ കുറച്ച് ഫാമിലി വ്ളോഗ്സും അതേപോലെ ഷോർട്ട് വീഡിയോ പിന്നെ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായത്. അതിലൊന്നും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അതും എൻ്റെ ഫേസ് കാണിച്ച് ഇങ്ങനെ വോയിസോ കാര്യങ്ങളോ കൊടുത്ത് ഞാൻ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഷോർട്ട് വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് എൻ്റെ ഫേസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെയായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെതായ മിസ്റ്റേക്ക് കാര്യങ്ങൾ ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. സഹകരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം വന്നിട്ടുള്ള വെച്ചാൽ ഒന്ന് എന്നെ പരിചയപ്പെടുത്തി തരാം. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. എൻ്റെ പേര് ജുലൈല, എൻ്റെ സ്ഥലം വരുന്നത് കണ്ണൂരാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നു അത് പറയാനായിട്ടാണോ നീ ഇപ്പം 2 വർഷത്തിന് ശേഷം വന്ന്? അല്ല കേട്ടോ. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ശരിക്കും ഒരു ഇൻകം പ്രതീക്ഷിച്ചിട്ട് തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ മക്കളെ നോക്കണം, വേറൊരാളില്ല എനിക്ക്. അന്നേരം ഇവനൊക്കെ നല്ല പോലെ നോക്കണം. ഇവൻ എൻ്റെ മോനാണ്. ഇവനിക്ക് 2.5 വയസ്സായി കേട്ടോ. പിന്നെ മോളും കൂടി ഉണ്ട്. മോള് 8th പഠിക്കുന്ന. മോള് 8th പഠിക്കുന്ന. അങ്ങനെയൊക്കെയാണ് എൻ്റേത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ടായത്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഒരിക്കലും ഞാൻ തുടങ്ങൂല കേട്ടോ. ശരിക്കും നമുക്ക് എവിടെയായാലും നമ്മളെ കൈവശം ഒരു ഇൻകം ഉണ്ടാവുമല്ലേ നമുക്ക് എല്ലാവരും ഒരു വിലയും കാര്യങ്ങളും ഒക്കെ തരാം. വില മാത്രമല്ല, ഇപ്പൊ എൻ്റെ മോനാണെങ്കിലും അവർക്ക് എന്തെങ്കിലും പറ്റും, എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ എനിക്ക് വേഗം ഇറങ്ങിപ്പോണെങ്കിൽ അടക്കം എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂലല്ലോ. അതൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഇൻ കേസ് ഒന്നും ആവാൻ പറ്റിയിട്ടില്ല. അൽഹംദുലില്ലാ 2700 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അത് എങ്ങനെ കിട്ടി എങ്ങനെ ആയി, അധികമൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായത് കൊണ്ടായിരിക്കും. പക്ഷെ എല്ലാ വീഡിയോസിലും എനിക്ക് ആ വ്യൂസോ ലൈക്കോ ഒന്നും കാണാൻ പറ്റാറില്ല കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ വന്നു വെച്ചാൽ ഞാൻ ചെറുതായിട്ട് എന്തായാലും എനിക്ക് വീട്ടിൽ നിന്നിട്ട് എന്തും ചെയ്യാൻ പറ്റും, പുറത്തു പോയിട്ട് ഒന്നും നടക്കൂല. ഞാൻ അല്ലാണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ഒരു ഓൺലൈൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ചൊക്കെ എൻ്റെ മക്കളെ കാര്യമായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിന് മാത്രം അവിടുന്ന് സാലറി ഇല്ല കേട്ടോ. ഒരിക്കലും 10,000 മുകളിലോ ഒന്നും എനിക്ക് സാലറി ഇല്ല. അവിടെ സ്റ്റുഡൻസിന്റെ പെർ ഹെഡ് വെച്ചിട്ടാണ്. ചില ടൈം 2,000 അടക്കം സാലറി കിട്ടുന്ന ദിവസങ്ങളുണ്ട്. ചില ടൈം 1,500 അങ്ങനെയൊക്കെ സാലറി കിട്ടുന്ന മാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇവിടെ എത്തൂലല്ലോ. മോളായാലും ശരി മോനായാലും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു സ്വന്തമായിട്ട് ഒരു ഇൻകം അത്യാവശ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ ഒന്നും ആയിട്ടില്ല. പിന്നെ അങ്ങനെ അങ്ങാണ്ട് ഇരുന്നാൽ പോരാലോ. പുറത്തു പോയിട്ട് എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞ പോലെ മോനുള്ളത് കൊണ്ട് 2.5 വയസ്സല്ലേ മോനിക്കായിട്ടുള്ളൂ. മോനെ തനിച്ച് വീട്ടിലാക്കിയാൽ നടക്കൂല. അങ്ങനെ ഇപ്പം ഞാൻ രണ്ടാമതൊരു പണി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ട്രൈ ചെയ്യണ്ടേ. അങ്ങനെ ഇതാ നിങ്ങൾ ഈ സൈഡിൽ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ? കാണില്ലേ? ഇവിടെ ഉണ്ട് കുറച്ച് ഡ്രസ്സ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് സ്റ്റോക്കും കൂടി ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അല്ലെങ്കിൽ പിന്നെ ആ പൈസയും വെറുതെ വെള്ളത്തിലാവുമല്ലോ. ചെറിയ കുട്ടികളെ ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് മെയിനായിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഓൺലൈനായിട്ടൊക്കെ സെയിൽ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ആയാലും എനിക്കിത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇൻസ്റ്റ തന്നെ ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. എല്ലാം ശരിയാക്കണം. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അങ്ങനെയല്ലേ പഠിച്ചു വരാം. ഇതേപോലെയുള്ള പെൺകുട്ടികളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാ ഇങ്ങനത്തെ അടിപൊളി ക്ലോത്ത് കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ ലോക്കൽ സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. ഇത് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഓരോരോ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും മാക്സിമം നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചെന്നാൽ മതി. പിന്നെ അതിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളുടെ ഡെയിലി വെയർ, അതേപോലെ ലേഡീസിൻ്റെ ഷോർട്ട് നൈറ്റി, പിന്നെ മാക്സി, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറുതെ നമ്മൾ കുറേ പൈസ ചിലവാക്കി ലാസ്റ്റ് ഒന്നും ആയിട്ടില്ലെങ്കിൽ നടക്കൂലല്ലോ. പിന്നെ അതിൽ കൂടുതൽ
ക്യാഷ് ഇട്ടത് ഞാനല്ല, ഒന്ന് എൻ്റെ സാലറി ഏകദേശം അത്രയേ ഉള്ളൂ. അന്നേരം അത്രയും എമൗണ്ട് എടുത്തിട്ട് എനിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ടും കൂടി സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുന്നത്. അന്നേരം എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുക, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ പിന്നെ ഇൻഷാ അല്ലാ ഇനി ഞാൻ എൻ്റെ ഓരോരോ ഡ്രസ്സിൻ്റെയും ഞാൻ കാണിച്ചു കേട്ടോ. ഇതേപോലുള്ള ഇതാണ് കേട്ടോ ഞാൻ പറയട്ടെ, ലേഡീസിൻ്റെ ഷോർട്ട് നൈറ്റ്, ഇതേപോലത്തെ ഷോർട്ട് നൈറ്റ് ഉണ്ട്. പിന്നെ ഇതാ 10 വയസ്സ് പ്രായമുള്ളവരെ ഇതേപോലത്തെ പാൻറ് നൈറ്റ് ഡ്രസ്സില്ലേ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടമായത് ഞാൻ ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഷോർട്ട് വീഡിയോ നോക്കിയിട്ട് ലോങ് വീഡിയോ ഒക്കെ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് താഴെ അതിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് അയക്കാം കേട്ടോ. മാക്സിമം നിങ്ങളെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇൻഷാല്ലാ ബൈ.